അങ്ങനെ കോൺഗ്രസ് നേതാക്കളെ തമ്മിത്തല്ലിക്കാൻ ആരും ശ്രമിക്കേണ്ട. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുന്നു എന്ന വിധത്തിൽ പുറത്തു വന്ന മാധ്യമ വാർത്തകൾക്ക് താൽക്കാലിക വിരാമം വന്നിരിക്കുന്നു. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ ഒരു ചർച്ചയുമില്ല എന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. ചർച്ചയുണ്ടാക്കുന്നത് മാധ്യമങ്ങൾ മാത്രമാണ്. പാർട്ടി പറഞ്ഞാൽ മാറും, എന്നാൽ ഒരു ചർച്ചയും ഇപ്പോഴില്ലെന്നും കെ സുധാകരൻ ഡൽഹിയിൽ വ്യക്തമാക്കി. അതേസമയം നേതൃമാറ്റ ചർച്ചകൾ തന്റെ അറിവിൽ നടന്നിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ പാർട്ടിയിൽ നടക്കുന്നതായി തനിക്കറിയില്ല. മാധ്യമങ്ങൾ വെറുതെ വാർത്തകൾ കൊടുക്കുകയാണ്. പാർട്ടി കാര്യങ്ങൾ മാധ്യമങ്ങളോടല്ല പറയേണ്ടത്. അത് തന്റെ നാവിൽ നിന്ന് പുറത്തു വരില്ലെന്നും തന്റെ അഭിപ്രായം പാർട്ടി വേദിയിൽ പറയുമെന്നും സതീശൻ പറഞ്ഞു. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം കോൺഗ്രസിലുണ്ട്. ജനാധിപത്യ പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നും സതീശൻ പറഞ്ഞു. കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതുമാണ്. ഇപ്പോഴത്തേത് 20 വർഷത്തിനിടെയുള്ള കോൺഗ്രസിന്റെ ഏറ്റവും നല്ല കാലമാണ്. അതിനിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ എല്ലാവർക്കും മറുപടി നൽകേണ്ടതില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു. നേരത്തെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് വിജയമുണ്ടാക്കിയ ആവേശം അടങ്ങും മുൻപ് നേതൃമാറ്റം സംബന്ധിച്ച വാർത്തയും പ്രതികരണങ്ങളും ഉണ്ടായതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നതിനുള്ള ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്ന് ദേശീയ നേതൃത്വവും വ്യക്തമാക്കി. സ്ഥാനമൊഴിയാൻ കെ സുധാകരനോട് ആവശ്യപ്പെട്ടു എന്ന വാർത്ത കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിഷേധിച്ചു. ജയിച്ചു കിട്ടിയാൽ ഉടൻ തല്ലു തുടങ്ങുന്ന ശീലം വേണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന് വാദിക്കുന്നവർ പരസ്യമായി അത് വ്യക്തമാക്കുന്നു. മാറ്റണമെന്നുള്ളവർ രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പുതിയ ടീം കെ പി സി സിയിൽ വേണമെന്നാണ് ചിലരുടെ വാദം. പക്ഷേ ഇക്കാര്യം പാർട്ടിക്കുള്ളിൽ തുറന്ന് ചർച്ച ചെയ്യാൻ ആരും തയ്യാറല്ല. ദേശീയ നേതൃത്വത്തിന്റെ ഏത് ഇടപെടലും തന്റെ നിർദ്ദേശപ്രകാരമാണെന്ന വ്യാഖ്യാനം വരുമെന്നതിനാൽ ആരെയും ചൊടിപ്പിക്കാതിരിക്കാനുള്ള കരുതലിലാണ് കെ സി വേണുഗോപാൽ. സുധാകരനെ മാറ്റാൻ തീരുമാനമോ ചർച്ചയോ നേതൃതലത്തിൽ ഇല്ലെങ്കിലും പകരക്കാരൻ എന്ന മട്ടിൽ പല പേരുകളും വാർത്തകളിൽ വന്നു. പാർട്ടിക്ക് ഊർജം പകരുന്ന ഗ്രൂപ്പില്ലാത്ത യുവതലമുറയെ കെ പി സി സിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന ആലോചനയുമുണ്ട്. യുവാക്കൾക്ക് ആവേശം പകരാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പോലെ തന്നെ കഴിയുന്നയാളാണ് കെ സുധാകരൻ എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കെ പി സി സി അധ്യക്ഷനെ മാറ്റാൻ നീക്കം ശക്തമായിരിക്കെ കെ സുധാകരന് പിന്തുണയുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും രംഗത്ത് വന്നിരുന്നു. കെ സുധാകരന് പാർട്ടി നയിക്കാനുള്ള ആരോഗ്യമുണ്ടെന്നും കെ പി സി സി അധ്യക്ഷനെ മാറ്റേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ല എന്നും മുരളീധരൻ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കെ പി സി സി അധ്യക്ഷൻ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതാണ്. അതിനാൽ മാറ്റത്തിന്റെ ആവശ്യമുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ല. ഭാരവാഹി പട്ടിക പുനഃസംഘടിപ്പിച്ച് യുവാക്കളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. യുവാക്കൾക്ക് മുൻതൂക്കം നൽകണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായമെന്നും മുരളീധരൻ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20ൽ 19 സീറ്റുകളിലും ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ വലിയ ഭൂരിപക്ഷത്തിലും യു ഡി എഫ് നിലനിർത്തി. ചേലക്കര മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് മാറ്റത്തിന്റെ ആവശ്യം ഇപ്പോഴില്ല എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ടതുണ്ട് എന്ന് തനിക്ക് അഭിപ്രായമില്ല എന്ന് നേരത്തെ തന്നെ ശശി തരൂരും വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ശശി തരൂർ ഈ കാര്യങ്ങൾ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കെ സുധാകരനുമായി കെ സി വേണുഗോപാൽ ചർച്ച നടത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു എന്നാണ് വിവരം. കൂടുതൽ ചെറുപ്പക്കാർ കൂടി വരുന്ന നിലയിൽ പുനഃസംഘടന വേണമെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം.